സാറേ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചിട്ട് ഇപ്പോൾ 10 ദിവസമായി. 10ാം ദിവസം അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കി. അങ്ങനെ നേരിട്ട് ഇടപെട്ടാൽ ഒരുപക്ഷെ മറുചേരിയിലേക്ക് റഷ്യ വരുന്ന ഒരു കാലം വിദൂരമാണോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ 2 ചേരികളിലായിട്ട് രാജ്യങ്ങൾ അണിനിരക്കുന്ന ഒരു 3ാം ലോക മഹായുദ്ധമാണോ നമ്മുടെ കൺമുന്നിൽ വരാൻ പോവുക? ഇല്ല, അങ്ങനെ വരും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൽ ഈ യുദ്ധം തുടങ്ങിയത് തന്നെ ഇസ്രായേൽ ബോംബ് വിട്ടു എന്നൊക്കെ നേരാണെങ്കിലും യുദ്ധം തുടങ്ങിയത് അമേരിക്കയാണ്. ഇറാനെതിരെയുള്ള യുദ്ധം ഹമാസിനെതിരെയുള്ള യുദ്ധമല്ല, അല്ലെങ്കിൽ മറ്റെന്താണ് പാലസ്തീനെതിരെയുള്ള യുദ്ധമല്ല. ഇറാനെതിരെയുള്ള യുദ്ധം തുടങ്ങിയത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാൻ രഹസ്യമായിട്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി ശേഖരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരം അമേരിക്കയുടെ കയ്യിലുണ്ട്. ഇവരെന്ത് ശ്രമിച്ചു കഴിഞ്ഞാലും അമേരിക്കയ്ക്ക് ഇവരുടെ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ളൊരു കഴിവുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കാവുന്ന കേസുകളിലൊന്നാണല്ലോ ബിൻ ലാദനെ കൃത്യമായി പോയി കൊന്നത്. അതെ, ആ ബോഡി എവിടെയാണെന്ന് പോലും ആരും കണ്ടില്ല. അതായത് വേറൊരു രാജ്യത്ത് ചെന്ന് അയാളുടെ അവിടെ പോയി അത് കൊന്ന് ആ ബോഡിയും എടുത്തുകൊണ്ട് അവർ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയാണ് ഇത് അറിഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്ക് വ്യക്തമായ വിവരമുണ്ട് ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ. ഇനി അടുത്തൊരു ചോദ്യം, അങ്ങനെ ഇറാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? എല്ലാ രാജ്യങ്ങളും അല്ല, പ്രശ്നമുണ്ട്. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു രാജ്യത്ത് ഇതുള്ളതും ഒരു മതാധിപത്യ ഏകാധിപത്യ രാജ്യത്ത് ഇത് വരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം വേറെ പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെയോ ജനഹിതത്തിലൂടെയോ ആളുകളെ മാറ്റാൻ കഴിയും. പക്ഷേ ഒരു മതാധിപത്യ രാജ്യത്ത് ഇപ്പോഴത്തെ അയത്തുള്ള അലി ഖമനേയിയെ മാറ്റണം എന്നുണ്ടെങ്കിൽ ദൈവം തന്നെ വിചാരിക്കേണ്ടി വരും. അല്ല സാർ, ഇപ്പോൾ യുദ്ധം ഇതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ അമേരിക്ക ആക്രമണത്തിന് ഇറങ്ങുന്നു എന്ന് പറയുന്നത് ഇറാനെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അയത്തുള്ള അലി ഖമനേയി ഒരു രക്തസാക്ഷിത്വം വഹിക്കാൻ സാധിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹൂറികളുടെ അടുത്തേക്ക് പോകുക അല്ലെങ്കിൽ മറ്റൊരു ലോകത്തേക്ക് പോകാനുള്ള ചിന്ത. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഖമനേയി പറയുന്നത് എൻ്റെ പിൻഗാമിയായിട്ട് ഞാൻ 3 പേരെ നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പിൻഗാമിയായിട്ട് ഞാൻ 3 പേരെ നിശ്ചയിക്കണമെങ്കിൽ എൻ്റെ മരണം അടുത്തു എന്ന് 86 വയസ്സുകാരനായ ഖമനേയി സ്വയം തിരിച്ചറിയുന്നു. അല്ല, അങ്ങനെയല്ല. അതിനകത്ത് ഒരുപാട് സംഗതിയുണ്ട്. താനീ പറഞ്ഞൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, സ്വർഗമില്ല എന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹൂറികളെ കിട്ടില്ല എന്നും വ്യക്തമായിട്ട് അറിയാവുന്നവരിൽ ഒരാൾ ഖമനേയിയാണ്. ബാക്കിയുള്ളവരുടെ കാര്യമല്ല, ഖമനേയിക്ക് അതിനകത്ത് ഉറപ്പുണ്ട്. കാരണം പള്ളിയോട് അടുക്കും തോറും അള്ളാഹുവിനോട് അകലും എന്ന് പറയുന്ന സിദ്ധാന്തം അനുസരിച്ചിട്ട് അങ്ങേർക്ക് അതറിയാം. പിന്നെ യുദ്ധം ഇറാനും ഇസ്രായേലും തമ്മിലായിരുന്നു എന്നുള്ളത് പറയുമ്പോഴും ഇറാൻ ഒരു കാര്യം അറിയാം, യുദ്ധം യഥാർത്ഥത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന്? അമേരിക്കയാണെന്ന്. യുദ്ധം ഇപ്പോൾ ഇതൊരു പ്രോക്സി വാറായിട്ടാണ്. അതെ, കാരണം യഥാർത്ഥത്തിൽ യുദ്ധം നയിക്കുന്നത് അമേരിക്കയാണ്. ആ അമേരിക്ക ഇപ്പം ഡയറക്റ്റ് എൻട്രി നടത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ യുദ്ധം ഏതാണ്ട് അവസാന ലാപ്പിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കീ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് താക്കോൽ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ, ആ താക്കോൽ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരെ കൊന്നു കഴിഞ്ഞു. അതെ, ഇനി വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതെ, സൈനിക കേന്ദ്രങ്ങളിൽ 7 പേരാണ് ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടത്. ഖമനേയി ആണെങ്കിൽ ഇനിയിപ്പോൾ ഖമനേയി ഏതോ ഒരു ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ്. അതെ, ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് മാറുന്നു. പേടിയാണ്. ഇനിയിപ്പോൾ ഇദ്ദേഹം വേറൊരാളെ ഡെപ്യൂട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ആർക്കും പേടിയായിരിക്കും. അപ്പോൾ ആരെയാണ് ഇദ്ദേഹം ഡെപ്യൂട്ടി എന്ന് പേര് പറഞ്ഞിട്ടില്ല. പേര് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അത് ആരാണെന്നുള്ള കാര്യം അമേരിക്ക അറിയാതിരിക്കും എന്ന് കരുതാൻ വേണ്ട. പേര് വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ അമേരിക്കക്ക് അറിയാൻ പറ്റും. അപ്പോൾ അമേരിക്കയുടെ എൻട്രി കൂടി വന്നതോടുകൂടി യുദ്ധത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇനി നേരത്തെ സിനിജി ചോദിച്ചൊരു ചോദ്യമുണ്ട്, മറ്റ് രാജ്യങ്ങൾ വരില്ലേ എന്ന്. ഏത് രാജ്യവും അവരവരുടെ താല്പര്യം നോക്കിയിട്ട് യുദ്ധത്തിൽ ഇടപെടും, അല്ലാതെ യുദ്ധത്തിൽ ഇടപെടില്ല. റഷ്യക്ക് ഇപ്പം തന്നെ ഒരു പ്രശ്നമുണ്ട്, ഉക്രൈനുമായിട്ടുള്ളത്. അത് തീരാൻ കഴിയുന്നില്ല.
അപ്പോൾ അവിടെ ഒന്ന് ഇരിക്കുന്ന സമയത്ത് ഇനി അവിടെ നിന്ന് ശ്രദ്ധ മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. അയാൾക്ക് അത് സെറ്റിൽ ചെയ്യണ്ടേ? അതെ, അയാളുടെ പ്രൈമസി അതിനല്ലേ. അതെ. പിന്നെ ഇപ്പം ചില്ലറ വല്ലതും കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും എന്നല്ലാതെ നേരിട്ട് ആ രാജ്യത്തെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കും എന്ന് കരുതാനായിട്ട് ഒരു രാജ്യവും അത് ചെയ്യില്ല. ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ആ രാജ്യത്തിൻ്റെ താല്പര്യം പരമപ്രധാനമാണ്. ഇറാന് പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമില്ല, തീരുമാനം എന്തു കൊടുക്കാം, കാരണം അള്ളാഹു പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ദൈവത്തിന് വേണ്ടിയാണല്ലോ പുള്ളി രാജ്യം ഭരിക്കണത്. അതെ, പുള്ളി മനുഷ്യന് വേണ്ടിയിട്ടേ അല്ല രാജ്യം ഭരിക്കണത്. പുള്ളി രാജ്യം ഭരിക്കുന്നത് ദൈവനിയോഗം അനുസരിച്ച് ദൈവം പറയുന്ന നിയമപ്രകാരം ദൈവം ഇന്നതൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഭരിക്കുന്നത്. അതായത് ആ രാജ്യത്ത് ഒരു പ്രസിഡന്റിന് പോലും ഇല്ലാത്ത അധികാരങ്ങളാണ് ഒരു മത ആചാര്യൻ എന്ന നിലയിൽ ഈ ആയത്തുള്ള അലി ഖമനയി കൈയാളുന്നത്. അത് ശരിയാണ്. അവിടുത്തെ മത നിയമങ്ങൾ കർശനമാക്കുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് ഈ ദേഹം മുഴുവൻ മറക്കാതെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ചെറിയ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ആർട്ട്, സംസ്കാരം, കല ഒന്നിലും ഇടപെടാൻ പറ്റുന്നില്ല. അപ്പോൾ ജനങ്ങൾക്കിടയിൽ തന്നെ അസംതൃപ്തി ഉണ്ടാകുകയും അതൊരു ആഭ്യന്തര കലാപത്തിലേക്ക് ഇനി പൊട്ടിപ്പുറപ്പെടുകയും ചെയ്താൽ അത് ഈ പറയുന്ന മതഭരണകൂടത്തിൻ്റെ എന്നേക്കുമായിട്ടുള്ള ഒരു അന്ത്യമാകില്ലേ? അങ്ങനെ അല്ല, അങ്ങനെയല്ല. അത് ആഭ്യന്തര കലാപം എന്നല്ല, അതിനകത്തൊരു വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇറാനിലെ ജനത ഒരിക്കൽ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുള്ളവരാണ്. അതെ, 1979 ഈ മത നേതാവ് 79 ഇദ്ദേഹം വരുന്നത്. അതെ, ഇദ്ദേഹം ജനങ്ങൾ ആവശ്യപ്പെട്ടു വന്നതല്ല, അല്ല, സ്വയം പിടിച്ചെടുക്കുന്നതാണ്. ജനങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് പുള്ളി പറയുന്നതാണ്. അതെ, തീവ്ര മത നിലപാടുള്ള ആൾക്കാരുടെ പിന്തുണയിൽ ഇയാൾ കയറി വരുന്നു. അത് അവർ വളരെ കുറവായിരുന്നു അന്ന്. മഹാഭൂരിപക്ഷത്തിനും സ്വാതന്ത്ര്യം വേണമെന്ന അഭിപ്രായം വരുന്നു. അപ്പോൾ അതിന് പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇത് ഈ സ്വാതന്ത്ര്യം അള്ളാഹു പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യമല്ല, അള്ളാഹു ഈ സ്വാതന്ത്ര്യത്തിനെതിരാണ്, ഇത് അല്ലാഹുവിൻ്റെ നിയമത്തിനെതിരാണ്, ശരീഅത്ത് നിയമത്തിനെതിരാണ്, ഇത് ആത്യന്തികമായിട്ട് മുസ്ലിങ്ങളെ ഇല്ലാതെയാക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പുള്ളി ഷാക്കെതിരെ നീങ്ങിയത്. ഷായുടെ കുഴപ്പമുണ്ട്. മകൻ ഷാ വന്ന സമയത്ത് ഭരണം മോശമായി എന്നുള്ളത് ശരിയാണ്. അതെ, ആ മോശമായ സമയത്ത് പുള്ളി അത് ഉപയോഗിച്ചിട്ട് അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഒരു ജനഹിതത്തിലൂടെ ജനഹിതം അറിഞ്ഞു വന്നതല്ല. ജനങ്ങളുടെ പിന്തുണ ഉണ്ട് എന്നുള്ളത് പുള്ളിയുടെ ഒരു സങ്കല്പം മാത്രമാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെ മതവും സൈന്യവും രാഷ്ട്രീയവും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതിനെ കയ്യാളി വെച്ചേക്കാണ്. ഇതെല്ലാം കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനപിന്തുണയുണ്ട് എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായ കാര്യം മാത്രമാണ്. കാരണം ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചിരിക്കുന്ന ജനത അത് വേണ്ടെന്ന് വെക്കില്ലല്ലോ, അത് വേണ്ടെന്ന് വെക്കുക. പിന്നെ സിനിമ കാണാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല, നൃത്തം കാണാൻ പാടില്ല, ഡാൻസ് കാണാൻ പാടില്ല, പൊതുസ്ഥലത്ത് പോകാൻ പാടില്ല, ശരീരം ആരെയും കാണിക്കാൻ പാടില്ല, അഥവാ കാണിക്കുകയാണെങ്കിൽ ഖൊമേനിയെ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ഭരിക്കുകയാണ്. അപ്പോൾ ആ ഭരണത്തിൻ്റെ പ്രശ്നമുണ്ട്. ഭരണത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുമാണ്. പക്ഷെ അമേരിക്ക പോലെയുള്ള ഒരു രാജ്യം, ഇപ്പോൾ സാറ് പറയുന്ന അനുസരിച്ചാണ് തുടക്കി വെച്ചത് അമേരിക്കയാണെങ്കിൽ അത് തീർക്കാനും അവർക്ക് സാധിക്കില്ല. അതല്ലേ അവർ യുദ്ധമാരല്ലേ അവർ? അല്ല, അതല്ലേ അവർ എൻട്രി ചെയ്തിരിക്കുന്ന. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അമേരിക്ക എൻട്രി ചെയ്തിട്ട് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നു? ഇല്ല, അവർക്ക് വളരെ പെട്ടെന്ന് അത് തീർക്കുക, അവരുടെ ലക്ഷ്യം എത്തിക്കുക. എണ്ണപ്പാടങ്ങൾ നശിക്കരുത്, കാരണം എണ്ണ അവർക്ക് അവിടെ നിന്ന് കിട്ടേണ്ടതാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കുകയും വേണം. കാരണം അറബ് രാജ്യങ്ങളിൽ ആർമിയുടെ ക്യാമ്പുകളുണ്ട്, US ക്യാമ്പ്. അപ്പോൾ US ആർമിയുടെ അത്തരം ഉള്ള ക്യാമ്പുകളെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഒന്നും നോക്കാനില്ല. കാരണം അന്തം വിട്ടവൻ ഇപ്പോൾ 2 മിസൈൽ എടുത്തിട്ട് ഈ കുവൈറ്റിലേക്കോ ബഹ്റിനിലേക്കോ സൗദിയിലേക്കോ ഒക്കെ ഇട്ട് ആക്രമിച്ചാൽ ഈ ആർമി ബേസും തകരും, എണ്ണപ്പാടം കത്തുകയും ചെയ്യും. അല്ല, അപ്പോൾ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങൾ ഇവർക്ക് എതിരെ നിൽക്കേണ്ടി വരും. അല്ല, ആ രാജ്യത്തിന് പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് അമേരിക്കയാണല്ലോ, അവരുടെയാണല്ലോ സൈന്യം. ഞാൻ ചോദിക്കണം, അവർക്ക് ആ രാജ്യങ്ങൾ ഇവർക്ക് സൈന്യത്തെ അയക്കേണ്ടി വരും. സൈന്യത്തെ അയക്കേണ്ടി വരുമോ? അപ്പൊ എന്ന് പറഞ്ഞാല് അത് ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ളൊരു പരസ്പര സങ്കുല യുദ്ധമായിട്ട് മാറിയില്ലേ? അതെ, അതിലേക്കൊന്നും പോയില്ല. കാരണം എണ്ണപ്പാടം കത്തുന്നൊരു പരിപാടിക്ക് ഇപ്പൊ അമേരിക്ക നിൽക്കില്ല, ഇവർ നിൽക്കില്ല. അപ്പൊ അതിന് എണ്ണപ്പാടങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ഖമനേയി വധിക്കപ്പെടുകയും ചെയ്യുന്നതാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ ഖമനേയി വധിക്കപ്പെടുകയും എണ്ണപ്പാടങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ അമേരിക്കയുടെ പരസ്യമായിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത്, രംഗത്ത് വന്നിരിക്കുന്നത് യുദ്ധത്തിൻ്റെ ലാസ്റ്റ് ഫേസിലേക്ക് എത്തി എന്നാണ് അതിൻ്റെ സൂചന. പിന്നെ ഇത് അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ ആർക്കും പറ്റില്ല. പിന്നെ യുദ്ധത്തിൽ 2 കൂട്ടർക്കും നഷ്ടം വരും. ഒരു കൂട്ടർക്ക് മാത്രമല്ല. ഇപ്പോൾ മഹാഭാരത യുദ്ധമാണ് ഏറ്റവും നല്ല ഉദാഹരണം.
11 7 18 അക്ഷൗഹിണി പട മുച്ചൂടും മുടിഞ്ഞു. എത്ര പേരുടെ ജീവൻ പോയി? എല്ലാവരുടെയും പോയില്ലേ? എല്ലാം കഴിഞ്ഞിട്ട് അവസാനിച്ചത് പാണ്ഡവന്മാരും ഒരു അശ്വത്ഥമാവും പിന്നെ അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമാണ് ആ യുദ്ധത്തിൽ അവശേഷിച്ചത്. ബാക്കിയൊക്കെ മരിച്ചുപോയില്ലേ? 101 മക്കളുണ്ടായിട്ട് ജയിച്ചവർക്കും നഷ്ടം, തോറ്റവർക്കും നഷ്ടം, അതും ബന്ധുമിത്രാദികളും എല്ലാം. അപ്പം യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ജയം ഉണ്ടാകില്ല. ഇത് അമേരിക്കയ്ക്കും അറിയാം, ഇസ്രായേലിനും അറിയാം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് യുദ്ധം ചെയ്തില്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ തീർത്ത് കളയും. അവരുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യമാണ് ഇറാനെ ഇല്ലാതാക്കുക. അപ്പം അതുകൊണ്ട് അമേരിക്ക എൻട്രി ചെയ്തിരിക്കുന്നു എന്നത് തന്നെ യുദ്ധത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ യുദ്ധം മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചിട്ട് തീർക്കാനും പറ്റുള്ളൂ. ഒരു യുദ്ധവും യുദ്ധക്കളത്തിൽ അവസാനിച്ചിട്ടില്ല. യുദ്ധക്കളത്തിൽ നിന്ന് മാറി യുദ്ധം കഴിഞ്ഞ് എല്ലാവരും കുളിച്ച് സ്വസ്ഥമായി വന്ന് മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കുമ്പോഴേ യുദ്ധം തീർന്നിട്ടുള്ളൂ. ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധവും അങ്ങനെ തന്നെയായിരിക്കും തീരുക എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.